ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചർമ്മ സംരക്ഷണത്തിനും നല്ല ആരോഗ്യത്തിനും അതേപോലെ തന്നെ ശരീരത്തിനും നല്ല ബലവും അഴവും ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിന് ബലവും അഴകും ഒക്കെ നൽകുന്ന ഒന്നാണ് വൈറ്റമിൻ എ. ഇപ്പോൾ സ്കിൻ ക്യാൻസറൊക്കെ തടയാനായിട്ട് വൈറ്റമിൻ എ കഴിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഒരു ക്യാരറ്റും ഒരു നെല്ലിക്കയും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആൻറ്റി ഏജിങ് സ്കിന്നിനെ സംരക്ഷിക്കുന്നുണ്ട്. സൂര്യതാപത്തിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് സഹായകരമാണ്. അതേപോലെ തന്നെ കാഴ്ച തകരാറ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കേണ്ട ഒന്നാണ് ക്യാരറ്റ്. അതുപോലെ അസ്ഥി തേയ്മാനം, സന്ധികളുടെ വേദന ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും പതിവായിട്ട് ക്യാരറ്റ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് തൊലിയൊക്കെ ചീകി എടുക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കൊരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞെടുക്കുകയാണ്. അതേപോലെ ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ കൂടി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നെല്ലിക്ക കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്, കുരുവും മാറ്റി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 1/4 ഗ്ലാസ് കൂടുതൽ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ഇപ്പോൾ. അതിനുശേഷം നമുക്ക് അടിച്ചതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ സന്ധികളുടെ വേദന, അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ, പല്ല് ദ്രവിക്കുന്ന അവസ്ഥ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, പിന്നെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ക്യാരറ്റ്. അതെങ്ങനെയൊക്കെ കഴിക്കാമെന്നുള്ളതിനെപ്പറ്റി വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇതിൽ ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എ പ്രദാനം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഹാർട്ടിന് നല്ലതാണ്, ലിവറിന് നല്ലതാണ്. നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നുള്ള് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഇടനേരത്ത് കഴിക്കാനായിട്ട് സൗകര്യമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. നമുക്ക് ക്യാരറ്റ് ഇതുപോലെ അല്ലാതെ വെറുതെ പച്ചയ്ക്ക് നന്നായിട്ട് കഴുകിയെടുത്ത് അരിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തതിന് ശേഷം ഇടനേരങ്ങളിൽ വെറുതെ കടിച്ച് തിന്നാനായിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അങ്ങനെയൊക്കെ കഴിക്കുക. ക്യാരറ്റ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ക്യാരറ്റ് ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മൾ 1 ഗ്ലാസ് ജ്യൂസാണ് കുടിക്കേണ്ടത്. അതിൽ കൂടുതലായിട്ട് കുടിക്കേണ്ട കാര്യമില്ല. ക്യാരറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ഇടത്തരം ക്യാരറ്റ് കഴിക്കാം. ഡെയിലി കഴിക്കുന്നവർ ആ ഒരു രീതിയിൽ കഴിക്കുക. അമിതമായി ക്യാരറ്റ് കഴിച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഒരു നിറവ്യത്യാസം വരും. അതാണ് അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതെന്ന് ഞാൻ അറിയാനായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്യാരറ്റ് ജ്യൂസ് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്ഥാപനത്തിനോ ഷോപ്പിനോ നഴ്സറിക്കോ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.